ഹലോ, നമുക്ക് ഇന്ന് ക്യാൻവാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം എല്ലാവരും എന്നല്ല, കുറേ പേര് എന്നോട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വീഡിയോ ഇടുമോ, ഞങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാനാന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്തു ഒന്ന് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് ഓർത്തു. നിങ്ങൾക്കും കൂടി അറിയണമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ള മനസ്സിലാവും. പിന്നെ ഈ ക്യാൻവാസ് ഷീറ്റ് അത് ഒരു റോളായിട്ട് നമുക്ക് മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ആയാലും അയച്ചു തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് ക്യാൻവാസ് വാങ്ങിക്കാനേക്കാളും നല്ലത് ഇങ്ങനെ ഷീറ്റ് വാങ്ങിച്ച് വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളൊരു ക്യാൻവാസ് വാങ്ങിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ 1-2 ഏതെങ്കിലുമൊക്കെ അളവൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ചെറുത് വാങ്ങിക്കണമെങ്കിൽ ചിലപ്പോൾ വലിയ ഇത് ചെയ്യാനായിട്ട് നമ്മൾ വലുത് വേറെ വാങ്ങിക്കേണ്ടി വരും. അതിലും നല്ലത് ആ ഒറ്റ പൈസ, അത്രയും രൂപയൊന്നും അല്ല, 200 സംതിങ് രൂപയേ ഉള്ളൂ. അപ്പോൾ ആ പൈസക്ക് ഒരു റോള് വാങ്ങിച്ച് വെക്കണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കട്ടിപ്പേപ്പറും കൂടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഏതളവിൽ ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഒരു ക്യാൻവാസ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ സ്റ്റാപ്ലർ ഒരു പുരാവസ്തുവാണ്, അത് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്തില്ല. ഈ സ്റ്റാപ്ലർ കൊണ്ട് തന്നെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. കുറേ ടൈം എടുത്താണ് സ്റ്റാപ്ലറിൻ്റെ ഒരു പണി തന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് മതി ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പം മിനി ആയിട്ടുള്ള ഡ്രോയിങ് വരക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. വലുത് വേണമെങ്കിൽ നമുക്ക് ആ അളവിലൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ അളവൊന്നും കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേരത്തെ ആ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചേക്കണോണ്ട് അതിൻ്റെ അളവിലുള്ളത് അതിൻ്റെ ഉള്ളിൽ വെച്ച് പുറകിലോട്ട് മടക്കി സ്റ്റാപ്ലർ അടിക്കാവുന്ന രീതിയിൽ അളവൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തും വെട്ടിക്കളഞ്ഞിട്ടൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അളവ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇതിന് ഓരോന്നിനും ചിലപ്പോൾ ഓരോരോ അളവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ ചെയ്യുന്ന പോലത്തെ നല്ലൊരു ക്യാൻവാസ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് ഓൺലൈനിലും മീഷോയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ ഇഷ്ടം ആണ് ഞാൻ പറഞ്ഞു കേട്ടു. നിങ്ങൾക്ക് ക്യാൻവാസ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ 3 ക്യാൻവാസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 മിനി ക്യാൻവാസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.